ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിലെ ഹിഡൻ ഇമോഷൻസ് ആണ്. അവരെ നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യാതെ അവരുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിങ്ങളോടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായി കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗും ആണ്. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Queen of Wands, Knight of Swords, Eight of Cups, Tower Energy, King of Swords, Five of Cups, Two of Swords, Four of Cups, Nine of Swords, Hanged Man, Knight of Coins, Ten of Wands, Seven of Cups, Devil Energy, Ten of Swords, Justice, King of Cups, Queen of Swords. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 9 of Wands ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ വ്യക്തി അവരുടെ ലൈഫിൽ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം അവർക്ക് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്നും ബുദ്ധിപൂർവ്വം മാറ്റി നിർത്തിയ വ്യക്തികളാണ്. എന്നുവെച്ചാൽ ഒരുപാട് ഓപ്ഷൻസ് വന്ന ഒരു സമയത്ത് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധം, പക്ഷെ മറ്റൊരു തേർഡ് സിറ്റുവേഷന്റെ സാന്നിധ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് തേർഡ് പാർട്ടി എനർജി കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തികളുടെ സാന്നിധ്യമാകാം, അല്ലെങ്കിൽ ഫാമിലി ആകാം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ആകാം. അപ്പൊ അങ്ങനെ ഒരു തേർഡ് സിറ്റുവേഷൻ വന്ന സാഹചര്യത്തിൽ ഇവരുടെ ആ ഒരു മനസ്സിലുള്ള ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കാതെ സ്വാർത്ഥതയോടുകൂടി ഇവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾക്ക് വാല്യൂ നൽകി മാറിപ്പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ ഒരുപാട് ഇമോഷൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഒതുക്കി ലൈഫിൽ തന്നെ സ്റ്റക്ക് ആയി നിൽക്കുന്ന സാഹചര്യമായിരിക്കും. അപ്പൊ ഇവരുടെ എനർജിയിലാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇമോഷൻസ് ഒന്നും കാണിക്കാൻ ആഗ്രഹിക്കാതെ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഇവരുടെ പുറകെ ബെഗ് ചെയ്തൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അപ്പോഴൊന്നും നിങ്ങളിലേക്ക് ഇമോഷൻസ് കാണിക്കാതെ മാറി നിന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു ഹിഡൻ ഇമോഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്, അവരുടെ മനസ്സിലേക്കാണ് നമ്മൾ നോക്കുന്നത്. പുറമേ കാണിക്കുന്ന ദേഷ്യങ്ങളൊക്കെ തന്നെയാണോ ഇപ്പൊ അവർക്ക് നിങ്ങളോടുള്ളത്. അപ്പൊ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എന്തൊക്കെ സാഹചര്യത്തിൽ മാറിപ്പോയിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഇവരുടെ ലൈഫിൽ എന്തോ ഒരു വളരെ പെയിൻഫുൾ ആയ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു തിരിച്ചടി അവർക്ക് ലഭിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു തിരിച്ചടിയിലൂടെ അവരുടെ കാഴ്ചപ്പാടുകൾ മൊത്തത്തിൽ മാറിപ്പോയിരിക്കുന്നു നിങ്ങളോടുള്ളത്. അങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിലും ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ ഇവരുടെ ഹൃദയം അല്ലെങ്കിൽ ഇവരുടെ യഥാർത്ഥമായിട്ടുള്ള മനസ്സ് ഇപ്പോഴും നിങ്ങളിലേക്ക് കാണിക്കാനായിട്ട് താല്പര്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഭയങ്കരമായിട്ടുള്ള ഒരു വേദനകളിലൂടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് 9 of Wands ന്റെ എനർജിയാണ്. ഇവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കഴിഞ്ഞു പോയിരിക്കുന്ന പ്രശ്നങ്ങൾ, അതായത് ഇവരായിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു ഭയമുണ്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഇവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാം ഇവർ വല്ലാതെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ്. എങ്കിലും ഭയത്തിനെ മറികടന്ന് വരണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നിങ്ങളുടെ നല്ല നല്ല കാലങ്ങൾ എന്ന് വെച്ചാൽ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്ന ബന്ധമാണ്. അപ്പൊ ഇവർക്ക് ആ ഒരു പഴയ ഓർമ്മകളൊക്കെ ഇവിടെ വരുന്നുണ്ട്.
അങ്ങനെ പഴയ ഓർമ്മകളോ കാര്യങ്ങളൊക്കെ വരുമ്പോ ഇവർക്ക് ആ മനസ്സുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിനെ ഒന്ന് നല്ല രീതിക്കൊന്ന് മിതമായ രീതിയിൽ ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം എല്ലാ രീതിയിലും സ്വീകരിക്കണം, അവരുടെ സ്നേഹം നിങ്ങൾക്ക് നൽകണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷെ ആഗ്രഹം മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു ഭയം പുറകോട്ടേക്ക് വലിക്കുകയാണ്. പ്രത്യേകിച്ച് ഭയം മാത്രമല്ല, ഇവര് സ്വാർത്ഥതയോട് കൂടിയാണല്ലോ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പോയിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു കുറ്റബോധവും അതിൻ്റെതായ ഒരു ജാള്യതയും എല്ലാം ഇവരിൽ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യമാണ് നിങ്ങളുടെ പേഴ്സന്റേത്. അപ്പൊ ഇവരുടെ മനസ്സിൽ എന്തായാലും ഫീലിങ്സ് ഒക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. എത്രത്തോളം പുറമേ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഉള്ളിൽ നല്ലോണം വിങ്ങുന്ന വ്യക്തികളെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവർക്ക് എന്തോ ഒരു തിരിച്ചടി ഇവർക്ക് നേരിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ അത്രയും വേദനിപ്പിച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ അവർ ഏത് സാഹചര്യത്തിലേക്കാണോ പോയത് ആ ഒരു സാഹചര്യത്തില് അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടായിട്ടില്ല. ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവാതിരുന്നു എന്നുള്ളത് മാത്രമല്ല, അവിടെ നിന്നും ഏൽക്കേണ്ടി വന്നിരിക്കുന്ന വേദനകളുടെ ഭാഗമായിട്ടാണ് അവർക്ക് നിങ്ങളോടുള്ള ഇമോഷൻസിൽ വലിയ രീതിക്ക് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു തരാം. ആദ്യമേ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർമേഷൻ നടക്കുന്ന ഒരു എനർജിയാണ്. അവരുടെ നിങ്ങളോടുള്ള ഒരു മെന്റാലിറ്റി, നിങ്ങളോടുള്ള ഒരു ബിഹേവിയർ, ഇതിലൊക്കെ മൊത്തത്തിൽ മാറ്റങ്ങൾ വരികയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളെ കണക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഒരു സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് മുന്നിലേക്ക് വന്നപ്പോ അതിലേക്ക് പ്രലോഭനത്തിലൊക്കെ അകപ്പെട്ടു പോയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതേ ഓപ്ഷൻസ് ഇപ്പോഴും പല രീതിയിൽ അവരിലുണ്ട്. ഒരു സ്ഥലത്തു നിന്നായിരിക്കാം ചിലപ്പോൾ അവർക്കൊരു തിരിച്ചടി കാര്യങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നത്, മറ്റു പല സ്ഥലത്തും അവർക്ക് ഓപ്ഷൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു പേഴ്സൺ ആണോ നിങ്ങളുടെ വ്യക്തി എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടുത്തെ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ ഹാപ്പിനെസ് കണ്ടെത്താൻ പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പൊ നിലവിൽ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ കാര്യം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തൊക്കെ ഓപ്ഷൻസ് നിലവിൽ ഇവരിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും അതൊന്നും ഇവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, അതിലേക്കൊന്നും ഒരു ഫോക്കസ്ഡ് ആവുന്നില്ല. വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് വലിയ രീതിക്ക് വന്നിരിക്കുന്ന വേദന തന്നെയാണ്. എവിടെ നിന്നോ നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സാരം. എത്രത്തോളം ഉയരേക്കാണോ പോയത്, ആ പോയ ഉയരേക്ക് അല്ലെങ്കിൽ എത്രത്തോളം ദൂരേക്കാണോ പോയത് ആ സ്ഥലത്ത് നിന്നും എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അതേ സ്ഥലത്തേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് തിരിച്ചെത്തി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പാഠം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ കറന്റ് ഇമോഷൻസിൽ മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ആ പാഠങ്ങള് കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് കൊണ്ടിട്ട് സത്യസന്ധമായ രീതിയിൽ തന്നെ റിലേഷൻഷിപ്പിൽ ഇനിയെങ്കിലും പ്രവർത്തിക്കണം എന്നൊരു ആഗ്രഹമാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന പാർട്ട്ണർഷിപ്പ് എനർജിയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ സത്യസന്ധത പോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയും അതേ സത്യസന്ധതയോടുകൂടി നിങ്ങളിലേക്ക് പെരുമാറണം, ആ ഒരു മെന്റാലിറ്റിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളോട് നീതിപൂർവം പെരുമാറാത്തതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും അവർക്ക് ആ ഒരു തിരിച്ചടി കാര്യങ്ങളൊക്കെ നേരിട്ടിരിക്കുന്നത് എന്നുള്ളത്. ആ ഒരു തിരിച്ചറിവൊക്കെ വരുമ്പോ ഭയങ്കരമായൊരു നിരാശ ഇവരെ അലട്ടുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു പോയോ എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തിന്റെ പുറകെയാണോ പോയത് അതൊന്നും ഒരു ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നൊരു തിരിച്ചറിവ്. അവിടെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നിലനിൽപ്പോട് കൂടിയ ഒരു ഹാപ്പിനെസ് അല്ല അവിടെ. അവർക്ക് ഒരു ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ ലഭിക്കുമായിരിക്കും, ഇനി ഓപ്ഷൻസ് ഒക്കെ തിരഞ്ഞെടുത്ത് പോയി കഴിഞ്ഞാൽ അതൊക്കെ ലഭിക്കുമായിരിക്കും. പക്ഷെ അതിനൊരു നിലനിൽപ്പ് ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. നിലനിൽപ്പോട് കൂടിയ ഒരു കാര്യം അവർക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുവരവിലൂടെ മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. കാരണം നിങ്ങളുടെ ഭാഗത്തുള്ള സത്യസന്ധമായ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നീതി അല്ലെങ്കിൽ നീതിയോട് കൂടിയ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. നിങ്ങൾക്കൊരു കപടമായ സ്നേഹമോ കാര്യങ്ങളോ ഒന്നും കാണിക്കാനായിട്ട് അറിയില്ല. ഇവർക്ക് അറിയാമായിരിക്കും, പക്ഷെ അത്ര പോലും നിങ്ങൾക്ക് അങ്ങനെ അറിയുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്കൊരു വേദന തന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർക്കും ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഇമോഷണലി നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ വേദനയോടുകൂടി വളരെ കുറ്റബോധത്തോടു കൂടി ഇവർ ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോ ഒരു ഫാമിലി ലൈഫ് ആയിരിക്കും നിങ്ങൾ ഒരു പക്ഷേ, കുട്ടികള് കുഞ്ഞുങ്ങള് ഒക്കെയുള്ള വ്യക്തികളായിരിക്കും. അങ്ങനെ ഒരു കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിരാശയും അതോടൊപ്പം അവർക്ക് തോന്നുന്ന കുറ്റബോധവും നിങ്ങളിലേക്ക് നീതിപൂർവ്വം പെരുമാറണം എന്നൊരു ആഗ്രഹവും എല്ലാം കൊണ്ടിട്ട് അവരാണെങ്കിൽ നിങ്ങളിലേക്ക് ഇമോഷൻസ് പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നുമില്ല. പക്ഷെ എല്ലാം അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ പവറിലേക്ക് ഈ ഒരു സമയത്ത് സമർപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും അവര് ആ ആഗ്രഹം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു
പ്രാർത്ഥനകളിലൂടെ മുന്നോട്ടേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഒരു സ്റ്റാർട്ടിങ് അവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ വേണമെന്നൊരു ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ വീണ്ടെടുക്കണം. ഇനി അല്ല നിങ്ങൾ കമ്മിറ്റ്മെന്റ് ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകാനിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സത്യസന്ധമായ രീതിയിൽ നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് നിങ്ങളെ കൂടെ ചേർക്കണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഇമോഷൻസ് ഇപ്പൊ നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പൊ ഇവര് ഫാസ്റ്റ് ആയിട്ട് പോയ സ്ഥലത്ത് നിന്നും ഇപ്പോ ആ ഒരു ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കുറഞ്ഞു, ആ ഒരു വേഗതയ്ക്കൊക്കെ കുറവ് വന്നു. പതുക്കെ പതുക്കെ മാത്രം ലൈഫിൽ എല്ലാ കാര്യങ്ങളും മതി, അല്ലെങ്കിൽ ആ ഒരു ആക്രാന്തം എന്നൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ അഹങ്കാരത്തോടു കൂടി ഇപ്പൊ തന്നെ എനിക്ക് എല്ലാം പിടിച്ചെടുക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മിതമായ രീതിയിൽ ന്യായമായ രീതിയിൽ മാത്രം മതി എല്ലാം എന്നൊരു ചിന്തകളും വന്നിട്ടുണ്ട്. ഇവിടെ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നീതിപൂർവ്വം തന്നെ ഈ ഒരു ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് പോകണം. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ എല്ലാം പ്രവർത്തിക്കണം. മറ്റൊരു മുഖമണിഞ്ഞാണ് നിങ്ങളുടെ കൂടെ ഇതുവരെ നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു മുഖംമൂടി എല്ലാം പൂർണ്ണമായിട്ടും അഴിച്ചു വെക്കാനായിട്ട് ഇവർ തയ്യാറാണ്. മറ്റൊരു മുഖംമൂടി എന്ന് പറയുമ്പോൾ സ്വാർത്ഥപരമായ രീതിയിൽ ഇവർ പല രീതിയിൽ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടായിരിക്കാം. എന്നപ്പോ നിലവില് അങ്ങനത്തെ രീതികൾക്കൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇമോഷണലി അവർ കുറച്ചധികം weak ആണ്. അതൊന്നും നിങ്ങളിലേക്ക് കാണിക്കുന്നില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും ഇവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ വൈകാരികപരമായിട്ടൊരു ഡിസിഷൻസോ കാര്യങ്ങളോ എടുക്കുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ആണ്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അവർക്ക് തോന്നുന്ന ഭയം. രണ്ടാമത്തെ കാരണം എന്ന് തോന്നുന്നത് ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ അവർക്ക് വന്നിരിക്കുന്ന ആ ഒരു കുറ്റബോധവും ജാള്യതയും. കുറ്റബോധം എന്ന് പറയുമ്പോൾ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള പശ്ചാത്താപമാണ്. ജാള്യത എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായ ഒരു ഷെയിം ഫീൽ. പ്രത്യേകിച്ച് നിങ്ങളുടെ മുന്നിൽ വലിയ രീതിക്കൊക്കെ നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇനി അവരെല്ലാം ഏറ്റുപറഞ്ഞൊക്കെ വരുമ്പോഴേക്കും അവരുടെ ഇമേജ് പൂർണ്ണമായിട്ടും തകർന്നു പോകും. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു ജാള്യതയൊക്കെ ഇവിടെ വരുന്നുണ്ട്. എങ്കിലും അവരിപ്പോ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരിപ്പോ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും അതൊന്നും ഒരു സന്തോഷം ഹാപ്പിനെസ് നൽകുന്നില്ല. മാത്രമല്ല എവിടെ നിന്നോ കിട്ടിയിരിക്കുന്ന തിരിച്ചടി എന്ന് പറയുന്നത് എല്ലാ രീതിയിലും അവരുടെ സന്തോഷത്തെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു വലിയ കാര്യം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നും ഒരു കരകയറൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ അവിടെ നിന്നും കൈപിടിച്ച് ഉയർത്താനായിട്ട് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഒരു ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോ അവരുടെ നിലപാടുകൾക്കും കാഴ്ചപ്പാടുകൾക്കും എല്ലാം തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് നൽകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു ജേർണിയിൽ എല്ലാ രീതിക്കും ആ ഒരു സ്നേഹം എപ്പോഴും നിറഞ്ഞു തന്നെ ഇരിക്കണം. ഒരു ഏറ്റക്കുറച്ചിലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ ഈ ഒരു സ്നേഹത്തെ നിലനിർത്തി കൊണ്ടുപോകണം. വളരെയധികം നിങ്ങളിലേക്ക് attracted ആവുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. attraction എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിൽ അവർ ആ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഒരു സമയത്ത് നിങ്ങളെ ഭയങ്കര കുറ്റമൊക്കെ പറഞ്ഞ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരാൾ ഒരു ലൈഫിൽ നിന്ന് പോകാനായിട്ട് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് ഇഷ്ടംപോലെ കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം വേണ്ട എന്ന് തോന്നുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെയാണ്. വേണമെന്ന് തോന്നുന്ന ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിലും നല്ലത് മാത്രമാണ് എല്ലാവരും കണ്ടെത്തുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങളെ വേണ്ടാന്ന് വെച്ച ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ കുറ്റങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സമയത്ത് പറയാൻ. എന്നാൽ ഇപ്പോ അവര് ആ കഴിഞ്ഞു പോയ കാര്യങ്ങളില് കുറ്റങ്ങളെയൊക്കെ ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് ഇപ്പൊ നല്ല കാര്യങ്ങളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ അവർക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നിൽക്കാൻ പറ്റിയിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്തായിരിക്കും. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴാണ് വീണ്ടും ഒരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് അവർക്ക് തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളാവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് കാരണം ഉണ്ടായേക്കാം. എന്നാൽ ഇപ്പോ ആ ഒരു ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും മാനസികപരമായിട്ടുള്ള അകൽച്ചയാണെന്നുണ്ടെങ്കിലും വളരെ ബുദ്ധിപൂർവ്വം അതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചെത്തണം. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകണം. അതും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. കാരണം ഈ ഒരു ഒറ്റയ്ക്കുള്ള ജീവിതം അല്ലെങ്കിൽ ഈ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന വേദന എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഭാരം ചുമക്കുന്നത് പോലെയാണ്.
ആ ഒരു ഭാരവും ചുമന്ന് ഒറ്റയ്ക്ക് പോവാനായിട്ട് ഇവര് തയ്യാറല്ല. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഭാരം ചുമന്ന് നടക്കാൻ താല്പര്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കി ഒരു സന്തോഷകരമായ അവസ്ഥയിലൂടെ മാത്രം മുന്നോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെയധികം ഒരു റൊമാൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. പ്രതീക്ഷയോട് കൂടി തന്നെ എല്ലാ പ്രശ്നങ്ങളെയും പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് ഈ ഒരു ബന്ധത്തെ വീണ്ടെടുക്കാൻ സാധിക്കും. കുറച്ചൊരു adventure ആണ് അല്ലെങ്കിൽ കുറച്ചൊരു സാഹസികമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ആ ഒരു fear വരുന്നത്. പക്ഷെ എങ്കിലും അവർ ആ ഒരു സാഹസികപരമായ കാര്യത്തെ ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു മനസ്സിലേക്ക് ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ emotionally അവർ എത്രത്തോളം നിങ്ങൾക്ക് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ ഉള്ള് കൊണ്ടിട്ട് അവര് hide ചെയ്യുന്ന ഒരു feelings അല്ലെങ്കിൽ അവരുടെ emotions എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പൊ നിലവിൽ ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്താതെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഓർത്തിട്ടുണ്ടാവും ഇവർ എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്താത്തത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സൺ ഇപ്പൊ നിലവിൽ നിങ്ങളെ ചീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സ്റ്റേജിലല്ല. ഇവരുടെ ലൈഫിൽ ഇവർ ഒരുപാട് സ്ട്രഗിളിങ്സിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ആദ്യം ഇവരൊന്ന് ഓക്കെ ആവട്ടെ എന്നൊരു മെന്റാലിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവരുടെ മൈൻഡ് ഒന്നും ഓക്കെ അല്ല. മൊത്തത്തിൽ ഇവര് ഡൗൺ സ്റ്റേജ് ആണ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓവർ സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ മൊത്തത്തിൽ മൈൻഡ് ഒക്കെ ഓക്കെ അല്ലാതെ നിൽക്കുന്ന സ്റ്റേജ് ആണ്. അപ്പൊ അങ്ങനെ സ്വന്തം ലൈഫിൽ തന്നെ ആദ്യമേ ഒന്ന് നിലനിൽക്കണം. കാരണം എവിടെ നിന്നോ കിട്ടിയിരിക്കുന്ന തിരിച്ചടി എന്ന് പറയുമ്പോൾ അവരത് പൂർണ്ണമായിട്ട് അവരെ തകർക്കുന്ന രീതിയിലുള്ള ഒരു തിരിച്ചടി ആകുമ്പോൾ ആദ്യം അതിൽ നിന്നൊരു കരകയറ്റം വേണം. പൂർണ്ണമായിട്ടും കരകയറണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് വേണമെങ്കിൽ പോലും നിലവിലൊരു എന്താ പറയാ മുങ്ങിത്താഴുന്ന ഒരു വ്യക്തിക്ക് ആദ്യം ഒരു സ്റ്റെപ്പിലേക്ക് കയറി നിന്നാലാണല്ലോ പിന്നീട് മുന്നോട്ടേക്ക് വരാൻ പറ്റുള്ളൂ. അതുപോലെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോ. ആദ്യം അവരൊന്ന് സ്റ്റേബിൾ ആവട്ടെ. അതിനുശേഷം എന്തായാലും അവരുടെ ജീവിതത്തിൽ നിങ്ങളെ കൂടെ കൂട്ടണം എന്നുള്ള രീതിക്ക് ഇമോഷണലി വളരെയധികം നിങ്ങളിലേക്ക് ഒരു ഡീപ്പ് കണക്ഷൻ, ഡീപ്പ് ഫീലിങ്സ് എല്ലാം ഈ ഒരു പേഴ്സൺ ഇവിടെ തോന്നുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടേക്ക് വരാനിരിക്കുന്നത് യൂണിവേഴ്സിന്റെ തീരുമാനമാണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരായിട്ട് തന്നെ നിങ്ങളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വീണ്ടും ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ചിട്ടായിരിക്കില്ല ഇവർ പോയിരിക്കുന്നത്. ഇനി ഒരിക്കലും വരില്ല എന്നുള്ള രീതിക്കാണ്. പക്ഷെ അതേ അവര് മാറ്റി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുന്നുണ്ട് യൂണിവേഴ്സിന്റെ തീരുമാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ തീരുമാനം അനുസരിച്ചല്ല ഓരോ കാര്യങ്ങൾ വരുന്നത്. ഒരാളുടെ കണ്ണുനീര് കണ്ടു പോയ വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാലം അവരെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പോലും കാണാത്ത പല നല്ല നല്ല കാര്യങ്ങള്, നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ മറന്നു പോയിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഇവർ ഓർത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വളരെയധികം ഒരു എന്താ പറയാ ഒരു calm and quiet ആയിട്ട് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്ക് കടന്നു വരണം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെ. അതുപോലെ ഇവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഷെയർ ചെയ്യാനും ഇപ്പൊ എന്തായാലും willing ആണ്, തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഹൈഡിങ്ങോ കാര്യങ്ങളോ ഒളിച്ചുമറയോ ഒന്നുമില്ലാത്ത രീതിയിൽ തന്നെ വേണം എന്നുള്ളത് തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ അവരുടെ കറന്റ് ഇമോഷൻസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വേദനിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ്. ഈ ഒരു സ്പ്രെഡിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഒരു ഹാപ്പിനെസ് സ്റ്റേജ് അല്ല കാണിക്കുന്നത്. എല്ലാത്തിലും നമുക്ക് വന്നിരിക്കുന്നത് നീതിപൂർവ്വം പെരുമാറണം, ന്യായപൂർവ്വം പെരുമാറണം, അതുപോലെ ഭയങ്കരമായ ഒരു വേദന, ഡിപ്രസ്ഡ് അവസ്ഥ, സ്റ്റക്കായി നിൽക്കുന്ന സ്റ്റേജ്, എവിടെ നിന്നൊക്കെയോ കിട്ടിയിരിക്കുന്ന തിരിച്ചടികള്, എന്തൊക്കെ സ്നേഹം നൽകിക്കൊണ്ട് ആരൊക്കെ പുറകെ പോകുന്നുണ്ടെങ്കിലും വൈകാരികപരമായിട്ടുള്ള കാര്യത്തിൽ ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത്. കരിയർ, ഫിനാൻഷ്യൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നു വരുന്ന മറ്റേതെങ്കിലും തേർഡ് പാർട്ടികളൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരും. പക്ഷെ നിലവിൽ നിങ്ങളുടെ വ്യക്തി അതൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല. ഒന്നും വേണ്ട, എനിക്ക് സമാധാനം മതി അല്ലെങ്കിൽ സന്തോഷം മതി, അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ കിട്ടേണ്ടത് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഹൃദയം എപ്പോഴും നിങ്ങൾക്ക് മുന്നിലേക്ക് ഇങ്ങനെ മടക്കി പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാതെ വെച്ചിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ പ്രകടിപ്പിക്കാം, അല്ലെങ്കിൽ അതിനുള്ള സമയം മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു, ആദ്യം ഞാനൊന്ന് ഓക്കെ ആവട്ടെ എന്നൊരു മെന്റാലിറ്റിയിലാണ്. എന്തായാലും കാഴ്ചപ്പാടുകളൊക്കെ മാറിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കണക്ട് ആവാനും സാധ്യത കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ സ്റ്റേജ്, ചിലവരുടെ കേസിൽ പൂർണ്ണമായിട്ടും ട്രാൻസ്ഫർമേഷൻ നടന്നു നിൽക്കുന്നതായിട്ടും മറ്റു ചിലവരുടെ കേസിൽ നോക്കുവാണെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്.
അപ്പൊ നിങ്ങളുടെ വ്യക്തി ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. രണ്ടാണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനത്തെ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഇമോഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഹിഡൻ ഇമോഷൻസ്, ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എടുക്കുമ്പോൾ വരുന്നത്. അപ്പൊ ഈ റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ നല്ലൊരു നിലനിൽപ്പിനായിട്ടും മുന്നോട്ടേക്കുള്ള ജേണിക്കായിട്ടും ക്ലെയിം ചെയ്യാവുന്നതാണ്. റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ക്ലൂസും കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. എ എന്നൊരു ലെറ്റർ, എസ് എന്നൊരു ലെറ്റർ, രേവതി, 3 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, തിരുവാതിര, കാപ്രിക്കോൺ, വയനാട്, പത്തനംതിട്ട, എസ് എഗെയിൻ വന്നിട്ടുണ്ട്, എസ് വീണ്ടും വന്നിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഭരണി എന്നൊരു സ്റ്റാർ, 31 മെയ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട്, ട്രിവാൻഡ്രം, ചിത്തിര, ഡി എന്നൊരു ലെറ്റർ, സാജിറ്റേറിയസ് സോഡിയാക് സൈൻ, 35 ജനുവരി മന്ത്, 38 ജൂലൈ മന്ത്, 44 1990. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എച്ച് എന്നൊരു ലെറ്റർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.